നമ്മുടെ ഗാർഡനിലെ ഒരു റെഡ് എമറാൾഡിൻ്റെ പ്ലാന്റ് ആണേ. അപ്പോൾ ഇതിന് ഒരുപാട് ഷൂട്ടുകൾ വന്നിട്ടുണ്ട്. ഞാനിത് നട്ടിട്ട് ഏകദേശം ഒരു 6 months ആയെന്നാണ് കേട്ടോ തോന്നുന്നത്. ഇതിനിപ്പം നല്ല രീതിയിൽ ഷൂട്ടുകളുണ്ട്. ഒരു 5-6 ഷൂട്ട് ഉണ്ടെന്ന് പറയാം. മിക്കവരും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ അഗ്ലോണിമ പ്ലാന്റ്സ് നട്ട് കഴിഞ്ഞാൽ ഷൂട്ട് വരാൻ വളരെ പാടാണെന്ന്. അപ്പം സാധാരണ നല്ല രീതിയിൽ ചാണകപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്ത് വേണം നമ്മൾ പോട്ടിംഗ് മിക്സ് പ്രിപ്പയർ ചെയ്ത് വേണം നടാൻ. അതിനുശേഷം നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതെന്ന് വെച്ചാൽ സവോളത്തൊലി, ഉള്ളിത്തൊലി മുതലായ സാധനങ്ങൾ നമ്മൾ ഇതിനിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ ഇതിൽ കാക്ക കയറാതെയും ഉറുമ്പ് കയറാതെയൊക്കെ നോക്കണം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുമ്പം. അപ്പോൾ നമ്മളത് കുറച്ച് ലീഫൊക്കെ ഉള്ള പ്ലാന്റിനാകുമ്പോൾ പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ല. പിന്നെ ഉറുമ്പൊക്കെ കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് മണ്ണും കൂടെ മുകളിലിട്ട് കൊടുത്താൽ മതിയാവും. പിന്നെ പച്ചമുട്ടയുടെ തോടാണ്. പച്ചമുട്ടയുടെ തോട് നന്നായിട്ട് പൊടിച്ചിട്ട് വേണം. നമ്മൾ പുഴുങ്ങിയ മുട്ടയിലും നല്ലത് നമ്മൾ പച്ചമുട്ട തന്നെ യൂസ് ചെയ്യുന്നതാണ്. അതായത് മുട്ടത്തോട് നല്ല രീതിയിൽ നമ്മൾ റോസയ്ക്കൊക്കെ ഇട്ട് കൊടുക്കുന്ന പോലെ അഗ്ലോണിമ പ്ലാന്റ്സിനും ഷൂട്ടൊക്കെ വരാൻ ഹെൽപ്പ് ചെയ്യും. പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിനെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ ഞാൻ മെയിനായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഈ മുട്ടത്തോട് തന്നെയാണ്. മുട്ടത്തോട് ഇട്ട് കൊടുക്കുമ്പോൾ ഒരുപാട് ഷൂട്ടൊക്കെ വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അടുക്കളയിൽ നമുക്ക് സ്ഥിരം വരുന്ന വേസ്റ്റുകളുണ്ടല്ലോ, വെജിറ്റബിൾസിൻ്റെ ആയാലും അതുപോലെ മുട്ടയുടെ തോടൊക്കെ ആയാലും നമ്മൾ അഗ്ലോണിമ പ്ലാന്റ്സിന് ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ ഗ്രോത്തിനെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്ത് പുതിയ ഷൂട്ടൊക്കെ വരാൻ അതിനെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ഷൂട്ടുകളെല്ലാം ഞാൻ റീപോർട്ട് ചെയ്യാൻ വേണ്ടി നിർത്തിയേക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ചട്ടികളുടെ കുറവ് മൂലമാണ് നമ്മളിപ്പോൾ അത് റീപോർട്ട് ചെയ്യാത്തത്. പിന്നെ ഒരു പ്ലാന്റ് നിൽക്കുന്നതിലും ഭംഗി ഒരുപാട് പ്ലാന്റുകൾ ഒന്നിച്ച് ഒരു ചട്ടിയിൽ ഇങ്ങനെ ബുഷിയായിട്ട് നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ എൻ്റെ ഗാർഡനിലെ എല്ലാ പ്ലാന്റുകളും മിക്ക പ്ലാന്റുകളും ഇങ്ങനെ തന്നെയാണ്.